ഇന്നായിട്ടും നല്ല തട്ടിക്ക് വന്നുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തെ പോലെ തന്നെ ഇന്നത്തെയും ഡിന്നർ പുറത്തുനിന്ന് തന്നെയാണ്. ഇർഫാനും ഫഹമിയും വന്നിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് ജിമ്മിൽ നിന്ന് ഷിനുവേട്ടനെ എടുക്കണം. ഇർഫാന് സൈൻ ലബാൻ കയറാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഷിനുവേട്ട ഉള്ളതുകൊണ്ട് ആ ഉദ്ദേശം നടന്നില്ല. കാരണം ഉണ്ടായിട്ടില്ലാണ്. നന്നായിക്കോട്ടെ ഇർഫാനെ ഒന്ന് ബോഡി ഒന്ന് സെറ്റാക്കി ഒന്ന് കൊളാക്കാൻ പോലെ ആവുമവരൊക്കെ വൃത്തി വെളുപ്പിനായിട്ട് ഞാന് അടിപൊളി നോക്കി ഡയറ്റൊക്കെ ഇവര് പേരൊക്കെ കളയുന്നുണ്ട്. സൈൻ ലബാൻ എന്തായാലും നടക്കില്ല. അപ്പൊ നെക്സ്റ്റ് പ്ലാന് നെക്സ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇർഫാൻ പറയുന്നത് എടപ്പാൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കി ഉണ്ടായിരുന്നു എന്നുള്ളത്. വൈ നോട്ട്, നമുക്ക് ഫുഡ് പോരെ. ദേ ഓനാരോടൊക്കെയോ കടേനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിഷയമല്ല, നമുക്ക് പോവാം. ടർക്കിഷ് ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. മാഷാ അല്ലാ, നല്ല തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളോട് ആ സൈഡിലോട്ടിരുന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചധികം നേരം തന്നെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്ന്. ഇനി കാണുമ്പോ എന്നെ വീട്ടിലേക്ക് നമ്മള് ഇത് മൊത്തം നശിപ്പിക്കും. ഇതാക്കും. സ്പെഷ്യൽ എന്താ ഇന്നായിട്ടും നല്ല തട്ടിക്ക് വന്നുള്ളത്. ഞാൻ ചോദിച്ചിരുന്ന ആദ്യത്തെ ദിവസം റിസ്ക് എടുക്കണോ വേണ്ടത്. ഇവരുടെ നിപ്പും വർത്താനും കണ്ട് പേടിച്ചിട്ടാണോന്ന് അറിയില്ല, ഞങ്ങളെ വേഗം വിളിച്ച് ഉള്ളിൽ കയറ്റി. എനിക്ക് സീന വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഇരുന്നൊന്നും കുഴപ്പമില്ല. വയനാടൻ പോത്തുകാല് ചിക്കൻ ലഗോൺ ബിരിയാണി. റൊട്ടി റൊട്ടിയാണ്, പ്ലെയിൻ ഉണ്ട്, ബട്ടർ റൊട്ടി ഉണ്ട്. കാശ്മീരി എന്താണ് പറഞ്ഞ റൊട്ടിയാ? കാശ്മീരി നാൻ. അത് നോക്കല, കാശ്മീരി നാൻ പറയുന്നത് നമ്മളല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന കഴിക്കാം. അതാകുമ്പോൾ ഇവിടെ കിട്ടുമല്ലോ. നോർത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഏതാ വേണ്ടി? നോർത്ത് ഇന്ത്യ നമുക്ക് പോവാം, ചൈനീസ് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പാസ്പോർട്ടില്ല. ഞങ്ങൾക്ക് പോകാൻ പറ്റും. പാസ്പോർട്ടില്ല. എൻ്റെ പാസ്പോർട്ടിൽ അണ്ടം കണ്ടിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കൻ, ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ചില്ലി ബീഫ്. ഏതാ വേണ്ടി? ഡ്രാഗൺ ചിക്കൻ ഇതൊക്കെ എന്താ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല. എവിടെ മറ്റേ മീൻ പാലസാ? അല്ല, അവിടെ ഉണ്ട് ഡ്രാഗൺ ചിക്കൻ. എന്നാ അതായിക്കോട്ടെ. ഇവിടുത്തെ മെനുവിൽ ഇർഫാൻ കാര്യമായിട്ടുള്ള വീക്ഷണത്തില. ശരിയാ, നീ കേട്ടത് ശരി. എന്നാവോ
കബാബ്സ് ഐറ്റംസ് വരുന്നുണ്ട്, മിക്സ് ഗ്രിൽ ഐറ്റംസ് വരുന്നുണ്ട്, ചിക്കൻ മട്ടൺ ബീഫായിട്ട് വരുന്നുണ്ട്. അത് പ്ലേറ്ററാണോ അതോ പ്ലാറ്റേഴ്സ് ടൈപ്പ് വരുന്നത്. കബാബിനായിട്ട് നമുക്ക് ഇഷ്ടം അടിപൊളി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ മെനുവിലുള്ള പകുതി ഈ സംഭവം അഫ്ഗാനി ചിക്കൻ ഉണ്ടോ? നോർത്ത് ഇന്ത്യൻ അഫ്ഗാനി ചിക്കൻ, നൂൽ പൊറോട്ട സെറ്റ് ആയിരിക്കും. പിന്നെ കോഫി എല്ലാവർക്കും കോഫി അല്ല, സ്ട്രോങ് കോഫി. 1 2 3 4 ഇനിയിപ്പോൾ എത്ര ടൈം എടുക്കേണ്ടി വരും? ആ പോയ പോക്ക. പിന്നെ അവർ വന്നത് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടാ. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. ഈ ഭ്രാന്ത് പിടിക്കുന്ന ഇതാണ്. നമ്മള് കല്യാണത്തിന് പോയി ഊണേച്ചിട്ട് ഇറങ്ങും, വയറ് നിറഞ്ഞിട്ട് മൂക്കറ്റ തന്നിട്ട് ഇതെങ്ങനെ കല്യാണം വീട്ടിൽ അത് പരിപാടി. അങ്ങനെ ഫുഡ് വന്നു മക്കളെ. ഇനി കാത്തിരുന്നതിൻ്റെ സങ്കടം തിന്നു തീർക്കും. ഫുഡ് നല്ല ക്വാളിറ്റി ആൻഡ് ടേസ്റ്റി ഫുഡായിരുന്നു. എക്സ്പെഷ്യലി എനിക്കിഷ്ടപ്പെട്ടത് ആ ബീഫും പോലെ ഡ്രാഗൺ ചിക്കനായിരുന്നു. പക്ഷേ കോസ്റ്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഒന്നും ഫുഡിനുണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരെ സർവീസാണ്. അത്രയും നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്ത്. ഇത്രയും തിരക്കുണ്ടായിട്ടും എല്ലായിടത്തും അവർ ഓടിയെത്തുണ്ടായിരുന്നു. എല്ലാതൊന്നും ട്രൈ നോക്കാം. ഫുഡിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആ പാത്രം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. ബാക്കിയുള്ളതൊക്കെ ലേറ്റ് ആണേലും വലിയ ടൈമിന് വന്ന്. എന്താണ് സർവീസ് എങ്ങനെ കഴിച്ചപ്പോൾ വീഡിയോ വരും. സ്റ്റുഡിയോക്ക് സെക്യൂരിറ്റി കയറ്റില്ലടഞ്ഞി. ഏത് മറ്റേത് അല്ലേ? എന്താണ് അത് വികസനം എന്ന് പറയാ. അതെ, വികസനം വരണ്ട് കാണാൻ വരലുണ്ടോ? വികസനം കണ്ടു എന്ന് പറയാൻ ഇങ്ങോട്ട് വരലുണ്ടോ? പിന്നെ ഞാൻ എന്നും ഇതുവഴിയല്ലേ പോവാറ്. മറ്റാ കോഫി കുടിച്ചിട്ടും തലവേദന മാറാതെ ശിവേട്ടനെ കൊണ്ട് നിങ്ങൾ അതാ ഇർഫാന്റെ. അങ്ങനെ കോഫി കുടിച്ചിട്ടും ഷിനുവേട്ടൻ്റെ തലവേദന മാറാത്തതുകൊണ്ട് തന്നെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇർഫാൻ്റെ സ്വന്തം ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. എവിടെ ഒരു കുഴപ്പമില്ല, ആള് ഫിറ്റാണ്, സെറ്റാണ്. നമ്മളെ ശിഷ്യൻ ഇർഫാൻ. അത് വേണ്ട അപ്പം അത്രേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.